പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടിഞ്ഞ് പോരണം. അല്ല പിന്നെ ഞാൻ വരുന്നില്ല, നിങ്ങൾ വെക്കോ. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണാൻ പോയപ്പോൾ സൈറ്റ് അടിച്ചെന്ന് പറഞ്ഞോണ്ട് ഒരു തുള്ളി കളി വന്നില്ല. നീ കൂടെ വാ. ഞാൻ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വരണ്ടാന്നേ. എന്റെ മറ്റുള്ള കല്യാണമെല്ലാം മുടക്കിയതും ഇവൻ തന്നെയാണോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞങ്ങൾ തിരിച്ചു വരുന്നത് മാക്സിമം ഈ കല്യാണം ഉറപ്പിച്ചിട്ടായിരിക്കും. വാടാ ചമ്മി നിൽക്കാതെ വീട്ടിൽ പോടേ. ഇത് തുറക്കാനും പറ്റത്തില്ലേ, മെമ്പറെ പോലെ തന്നെ രണ്ടും പഴകിയത്. വീണ്ടും മെമ്പറെ ഇതും തള്ളണ്ടി വരുമോ? ആ അനങ്ങി അനങ്ങി പട്ടേ പട്ടേ പട്ടേ. ഇതാ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട്. ആഹാ, വീട് കണ്ടാലറിയാൻ തറവാടികളാണ്. എങ്ങനെയുണ്ട്? എന്റെ വിലയ്ക്കും നിലയ്ക്കും പറ്റിയ ഫാമിലി ആയിരിക്കും. എന്നാ പിന്നെ ഇറങ്ങിയാണ്. അടിപൊളിയിൽ ഞാൻ കലക്കും. കൊള്ളാലോ അളിയാ, ഇത് ഒത്തു കിട്ടിയ നല്ലൊരു ബന്ധമെന്ന് തോന്നുന്നു. അളിയനെ സെറ്റായില്ലെങ്കിൽ ഞാൻ സെറ്റാക്കാം. ഇറങ്ങിയപ്പോ തന്നെ അപശകനം പറയാതെ തെണ്ടി. എന്തുവാടാ ഇത്? ഇത് പൂക്കടക്കാരുടെ മോനോ? പൂവും കായുള്ള ഒരു ഷർട്ട് നേരെ പിടിച്ചിട്ട് ഡീസൻ്റ് ആയിട്ട് വാടാ. വാ ഇങ്ങോട്ട്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഷർട്ടിടും നടക്കും. എന്നെ സുന്ദരനാക്കാൻ വന്നേക്കുന്ന കള്ളത്തണ്ടി. നമസ്കാരം. 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇരിക്കാം. എവിടെ തള്ളി കയറി പോകും? ഞാനാണ് ചക്കൻ. നമസ്കാരം. റെഡിയാണോ? അവളെപ്പോഴേ റെഡിയാ. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഫാസ്റ്റാണ്. അവിടെ ഇവിടെ ഊട്ടയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വീട്, അടിപൊളി. നമ്മളെ വിളിക്കട്ടെ? ആയിക്കോട്ടെ. അവളെ പോയി നീ വിളിച്ചോണ്ട് വാ. അയ്യേ, ഇതാണ് ഇതായിരിക്കത്തില്ല. ചിപ്സും ബിസ്ക്കറ്റും. ഇതാണോ പെണ്ണ്? എന്റെ പെണ്ണിനെ നല്ലപോലെ നോക്കിക്കോണേ. ഇതിനെ നോക്കുവല്ല, ഞാൻ കടിച്ച് തിന്നും. ദൈവമേ, അളിയ പെണ്ണോ പെണ്ണക്കല്ലോ. ഓടിയാലോ ഇതിന്. എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പിലാ. പോയി എന്തേലും പറഞ്ഞോ? അല്ല, വർക്ക്ഷോപ്പിലെ പണിയെല്ലാം ഓടി നടന്ന് ചെയ്യുകയാണെന്ന് പറയായിരുന്നു. അല്ലടാ, ഞങ്ങൾക്ക് ആകെയുള്ള മോള്. എന്റെ ഭാഗ്യം, വേറെ ആരും ഇല്ലാത്തത്. കാണുന്നതൊക്കെയും ഞങ്ങളുടെ തങ്കക്കുടം പോലുള്ള മോൾക്ക് മാത്രമുള്ളതാണ്. അതും എന്റെ ഭാഗ്യമാണ്. കുഴപ്പമില്ല. നോക്കിയിരിക്കാതെ ബിസ്ക്കറ്റ് ചായ കേൾക്കാം. സത്യമല്ല, ഇത്ര നല്ല ഉപ്പേരി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അവന്റെ കൊലയല്ലയോ? ഏതാണോ ഈ വൃത്തിയേട്ടവൻ? നോക്കിച്ചാൽ അവനെ തിന്നെ. നമ്മൾ തമ്മി അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ തമ്മി അങ്ങനെ ഒന്നും ഇല്ല. എന്തൊരു സാധനം! അയ്യേ, എനിക്കൊന്നും വേണ്ട ഈ അമ്മാവനെ. അമ്മേ, അയാളെ കണ്ടാൽ തന്നെ അറിയാം, നല്ല പ്രായമുണ്ട്. പോരാത്തതിന് വയറും ചാടി ഒരു മാനേഴ്സും ഇല്ല. വൃത്തികെട്ട മനുഷ്യൻ. ഇതില് എത്രയോ ഡീസന്റ് ആ കൂടെ വന്ന കൂട്ടുകാരൻ. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമാണെന്ന് തോന്നുന്നു. ഇത് നടക്കില്ല. എനിക്കെങ്ങും വേണ്ട ഇയാളെ. പറഞ്ഞത് ശരിയാണല്ലോ. അമ്മാവനോ? ആരാടാ നിന്റെ അമ്മാവൻ? അത് നീ സ്വയം വിളിച്ചാ മതി. എന്റെ പ്രായമുള്ള നിനക്ക്. എടോ മെമ്പറേ, ഇതെന്നോട് വേണ്ടായിരുന്നു. കടന്ന് പോയിക്കോണ്ട് അവിടുന്ന്. വേഗം പോവാം, ഇവിടെ ഇന്നാ പണി വാളും. അല്ല, ബാക്കി ഉപ്പേരിയും കൂടെ തിന്നിട്ട് ഓടിക്കോ. ഞാനും ഉണ്ടറാ. തല്ലുള്ളത് രക്ഷപ്പെട്ടത് ഭാഗ്യം. കഥാപ്രസംഗം പറയാതെ വണ്ടി എടുത്തോണ്ട് പോകും. ഇക്കാര്യം ആരോടും പറയണ്ട, രണ്ടുപേരും കേട്ടല്ലോ. ഞാൻ ആരോടും പറയുന്നില്ലേ. എന്നാ ശരി. ഇല്ല. ശരി ശരി. അളിയാ, പെണ്ണിനെ കണ്ടോ? കണ്ടു. അതും ചീറ്റി, വയറും നിറയും കാരണം. ഇവന്റെ ആക്രാന്തം കണ്ടപ്പോഴേ അവള് വേണ്ടാന്ന് പറഞ്ഞു. പോരാത്തതിന് കൂറ ഷർട്ടും മുണ്ടും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അവക്ക് എന്നെ ഇഷ്ടമായെന്ന് തോന്നുന്നത്. ബെസ്റ്റ്. ഈ പട്ടിയെ കൊണ്ടുപോയാൽ കുഴപ്പമാവെന്ന് വെച്ചാൽ ഈ പട്ടിയെ കൊണ്ടുപോയത്. 2 പട്ടികളും കൂടെ ചേർന്ന് എന്റെ ജീവിതം നായ നക്കി കണ്ടാരടങ്ങാനായിട്ട്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആ സ്മിത കാരണം ഉള്ള ജോലിയും പോയി. നിന്റെ പണി മാത്രമല്ല എന്റെ പണിയും പോയി ആ അമ്മ കാരണം. ഏയ് വിക്കേളാ നീക്ക് പോലെ പോയച്ചാ പോവലെ കടവുളെ കടവുളെ. ഇവൻ ഇന്ന് ഞാനൊരു പണി കൊടുക്കും. കുറെ നാളായി നമ്മളെ ഇവൻ കളിയാക്കുന്നു. ഇവനെ ഇന്ന് ഞാൻ അച്ചാറിടും. അണ്ണാച്ചി അച്ചാർ. എന്ത് പണി? അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. വൈകിട്ട് അടിക്കാനുള്ള ടച്ചിങ്സും ഗ്ലാസും എടുത്തു വെച്ചോ. സാധനം എടുത്തോണ്ട് ഞാൻ വരും. എന്നാ ശരി. അയ്യോ അയ്യോ ഇപ്പൊ തവളയുടെ മണ്ട വീട്. തന്നെ പറ്റിയ സമയം. ആരുമില്ല അടുത്തു, ആരുമില്ല. മൊബൈൽ പൈസ, മൊബൈൽ എടുത്ത് വെള്ളം അല്ലേ വേണ്ട, ചട്ടിക്കാതിരിക്കട്ടെ. മേലല്ലേ കൂട്ടന് കൊടുക്കാം. അണ്ണാച്ചി പട്ടി അവൻ്റെ ഒരു കീറ തുണിയും എടുത്ത് കളി. ഓട്ടങ്ങോട്ട് മേലാൽ അവൻ ഇരട്ടപ്പേര് വിളിച്ചാരെയും കളിയാക്കരുത്. തെണ്ടി. கடவுளே என் சட்டை எங்க? கடவுளே என் துணி எங்க? சட்டை எங்க? காணலையே. எல்லாமே போச்சா? ஐயோ ஐயோ. മച്ചാമാരെ ഭയങ്കര കോമഡി കളിയാ. പൊരിഞ്ഞ കോമഡി. നമ്മുടെ ആ ചോറിയൻ അണ്ണാച്ചിയില്ലേ, അണ്ണാച്ചിക്കിട്ട് ഒരു മുട്ടം പണി ഇന്ന് കുളിക്കട വെച്ചാൽ കൊടുത്ത് അയാളുടെ പോക്കറ്റിൽ ഇരുന്ന പൈസയും എടുത്ത് അയാളുടെ ഉടുതുണിയും പണിയായതും എടുത്ത് ആറ്റിലും കളഞ്ഞു. നീ പൈസ എടുക്കുന്ന അയാൾ കണ്ടോ? ഏയ് ആര് കാണാൻ? കൊള്ളാം. ആരെങ്കിലും കണ്ടു കാണുമോ? അത് എനിക്കങ്ങനെ അറിയാം. ഏയ് ആര് കണ്ടു? ഇന്നത്തെ കാര്യം സെറ്റാന്നേ. കുശാലായാലും സെറ്റായാലും സെറ്റാന്നോ? കുട്ടപ്പന്റെ കടയിൽ പോയാലോ? അതെന്തിന്? ചായ കുടിക്കാൻ. ചായേ അല്ല ചാരായം. ആ അത് പറ. കഷ്ടപ്പെട്ടതിന് ഫലം വേണം. ചായ കുടിച്ചാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ കുട്ടപ്പ ഓംലെറ്റ് തരൂ. ഇനി ഉപ്പുണ്ടോ നോക്കി. കുറേശ്ശെ അടിയതാ. അണ്ണാച്ചി ഇല്ലായിരുന്നെ കാണായിരുന്നു. അണ്ണാച്ചിയോ? അയാളുമായി നിങ്ങൾ മിണ്ടിയോ? ഞങ്ങളുടെ പണക്കൊക്കെ അന്നേ മാറി. അങ്ങനെ അല്ലായിരുന്നല്ലോ അയാളുമായിട്ടുള്ള ബന്ധം. അവൻ നിങ്ങളെ കളിയാക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? വേണേ വിശ്വസിച്ചാ മതി. പിടിക്ക. എനിക്കോ? പിന്നെ എനിക്കോ? അങ്ങോട്ട് അടിക്കി കുട്ടപ്പ. എന്നിട്ടൊരു പാട്ട് അങ്ങോട്ട് കീച്ച്. ചേട്ടൻ ഇഷ്ടമുള്ളത് കീച്ചിക്കോ. താളം ഞങ്ങൾ പിടിച്ചിരി. പോരട്ടെ ഇങ്ങോട്ട്. മേടിച്ചിരിക്കാതെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങൾ താളം പിടിച്ചോണം. കൊറേ നാളെ മനസ്സൊന്ന് തണുത്തിട്ട് ആ ചേട്ടൻ ഇഷ്ടമുള്ള ഒരു പാട്ട് അങ്ങോട്ട് പാട്. നമുക്ക് താളം വിളിക്കളിയാ. കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ. ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ. ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. മാറാപ്പിനകത്തൊരു പൊതിയുമുണ്ടേ. പൊതിയിലൊരിത്തിരി വറ്റുമുണ്ടേ. പ്രാണനകറ്റുവാൻ വായുമുണ്ടേ. വായു അകറ്റുവാൻ ഏനെന്റെ ദൈവമുണ്ടേ. വല്ലവന്റെ പൈസ കുടിച്ചാ ഇങ്ങനെ.